ഹലോ സ്റ്റുഡൻസ്, നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ക്വാണ്ടം മെക്കാനിക്സിലെ സ്പിന്നുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. നെറ്റ് എക്സാമിനേഷനേക്കാൾ ഉപരി ഗേറ്റ് എക്സാമിനേഷനാണ് ഈ ഭാഗം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. സോ പോളി സ്പിൻ മെട്രിസസ് എന്നൊരു ഭാഗമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ നമുക്കറിയാം ക്വാണ്ടം മെക്കാനിക്സിനകത്ത് പല പോസ്റ്റ്ലേറ്റ്സ് കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് നമ്മൾ പറയുന്ന ഒരു പ്രിൻസിപ്പിളാണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ അല്ലേ. No two electrons in an atom can have the same set of 4 quantum numbers. They'll be at least differing by the spin quantum number. So സ്പിന്നുമായിട്ട് ബന്ധപ്പെട്ട് പോളിക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ആക്ച്വലി ഉണ്ട്. അപ്പോൾ ആ ഒരു ഏരിയനെയാണ് നമ്മൾ ശരിക്കും പോളി സ്പിൻ മെട്രിസസ് എന്നൊരു കൺസിഡറേഷനിൽ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഡയറക്റ്റ്ലി കാര്യത്തിലേക്ക് ജമ്പ് ചെയ്യുകയാണ്, ഹിസ്റ്ററിയിലേക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. സോ സ്റ്റാർട്ടിങ് വിത്ത് പോളി സ്പിൻ മെട്രിസസ്. ഓക്കെ, പോളി സ്പിൻ മെട്രിസസ് 3 എണ്ണമാണ്. അതിന്റെ ഡിനോട്ടഡ് ലെറ്റർ ഇങ്ങനെയാണ്. പോളി സ്പിൻ മെട്രിക്സ് സിഗ്മ എക്സ് ഉണ്ട്, സിഗ്മ വൈ ഉണ്ട്, സിഗ്മ സെഡ് ഉണ്ട്. യൂഷ്വലി നമ്മൾ സ്പിൻ ഹാഫ് ഫെർമിയോൺസിന്റെ കേസിലാണ് ഇത് പറയുന്നത്. അപ്പോൾ മെട്രിക്സിന്റെ ഫോർമാറ്റ് എല്ലാവരും ഒന്ന് പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ്. സോ എൻ്റെ സിഗ്മ എക്സിന്റെ ഫോർമാറ്റ് ഇടുന്നത് 0 -1 1 0 ഇങ്ങനെയാണ്. സിഗ്മ വൈയുടെ ഫോർമാറ്റ് വരുന്നത് 0 -i i 0 ഇങ്ങനെയാണ്. സിഗ്മ സെഡ് മാത്രമാണ് കൂട്ടത്തിൽ ഒരു ഡയഗണൽ മെട്രിക്സ് ആയിട്ട് വരുന്നത്. അത് 1 0 0 -1 എന്നുള്ളതാണ് എൻ്റെ സിഗ്മ സെഡിന്റെ ഫോർമാറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? സോ ഞാനിവിടെ കണ്ടൻസ് ചെയ്തിട്ടുണ്ട് 0 1 1. ഓക്കെ, ജസ്റ്റ് എ സെക്കൻഡ്, ഇവിടെ 0 -1 അല്ല, 0 1 1 0. ഓക്കെ, നമുക്ക് വെരിഫൈ ചെയ്യാം. 0 1 1 0 0 -i i 0 1 0 0 -1. സോ ഇത്തരത്തിലാണ് എൻ്റെ പോളി സ്പിൻ മെട്രിസസ് 3 ആൾക്കാർ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഇത് ശരിക്കും പോളി കോൺട്രിബ്യൂഷൻസിനെ കൺസിഡർ ചെയ്തിട്ടാണ് ഈ മെട്രിക്സുകൾക്ക് പോളി സ്പിൻ മെട്രിക്സ് എന്ന പേര് തന്നെ നമ്മൾ കൊടുക്കുന്നത്. ഓൾസോ സ്പിൻ ഹാഫ് സിസ്റ്റത്തിന് നമ്മൾ ആൽഫ എന്നും ബീറ്റ എന്നും കാണിക്കാറുണ്ട് അല്ലേ. സ്പിൻ ഹാഫ് ആകുമ്പോൾ നിങ്ങളുടെ പ്ലസ് ഹാഫ് ആണെങ്കിൽ അതിനെ നമ്മൾ ആൽഫ എന്നും മൈനസ് ഹാഫ് ആണെങ്കിൽ ബീറ്റ എന്നും കാണിക്കാറുണ്ട്. സോ ഇതിന് മെട്രിക്സ് ഫോർമാറ്റ് ഉണ്ട്. സോ 1 0 എന്നാണ് ആൽഫ സ്റ്റേറ്റിനെ കാണിക്കുക, 0 1 എന്നാണ് നമ്മളുടെ ബീറ്റ സ്റ്റേറ്റിനെ കാണിക്കുന്നത്. ഓക്കെ, സോ ഇത് രണ്ടും നിങ്ങളുടെ എന്താണ് സ്പിൻ സ്റ്റേറ്റ്സ് ആണ്. ആൽഫ സ്റ്റേറ്റും ബീറ്റ സ്റ്റേറ്റിൻ്റെയും മെട്രിക്സ് ഫോർമാറ്റാണ് ഈ കാണുന്നത് പോളി സ്പിൻ മെട്രിക്സുകളാണ്. സ്പിന്നുമായിട്ട് കണക്ട് ആയിട്ടുള്ള പോളി സ്പിൻ മെട്രിക്സ് 2x2 മെട്രിക്സുകളാണ്. അതിനകത്ത് ആകെ ഡയഗണൽ മെട്രിക്സ് ആയിട്ട് വരുന്നത് സിഗ്മ സെഡ് മാത്രമാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. സോ ഓൾജിബ്ര ഓഫ് പോളി സ്പിൻ മാട്രിക്സസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും. x² = y² = z² = i. മേ ബി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഈ ഒരു എക്സ്പ്രഷൻ. ഇത് മീൻ ചെയ്തിട്ടേ ഉള്ളൂ. സിഗ്മ എക്സിന്റെ സ്ക്വയർ ആയാലും സിഗ്മ വൈയുടെ സ്ക്വയർ ആയാലും സിഗ്മ സെഡിന്റെ സ്ക്വയർ ആയാലും അത് ശരിക്കും നിങ്ങൾക്ക് തരുന്ന എന്തിനെയാണ്? ഐഡന്റിറ്റിനെയാണ്. സോ ഐഡന്റിറ്റി മെട്രിക്സിന്റെ ഫോർമാറ്റിലൊക്കെ അറിയാം, അത് 1 0 0 1 എന്നുള്ളതാണ്. ഓക്കെ, സോ അതിന്റെ ബേസ് നമുക്ക് എന്ത് പറയാം? സിഗ്മ x² + സിഗ്മ y² + സിഗ്മ z². ഇതിന്റെ വാല്യൂ എന്താണ്? സിംപ്ലി 3 ടൈംസ് ഐഡന്റിറ്റി ആയിരിക്കും. ഇത് മനസ്സിലാക്കി വെക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് പ്രോപ്പർട്ടി എന്നുള്ളത് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ എന്നുള്ളത് ശരിക്കും നെഗറ്റീവ് ഓഫ് സിഗ്മ വൈ ഇൻറ്റു സിഗ്മ എക്സ് ആയിരിക്കും. ഓക്കെ, സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ എന്നുള്ളത് നെഗറ്റീവ് ഓഫ് സിഗ്മ വൈ ഇൻറ്റു സിഗ്മ എക്സ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെഴുതാം? സിഗ്മ വൈ ഡോട്ട് സിഗ്മ സെഡ് എന്നുള്ളത് നെഗറ്റീവ് ഓഫ് സിഗ്മ സെഡ് ഇൻറ്റു സിഗ്മ വൈ എന്നുള്ളതാണ്. സോ ശരിക്കും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ക്ലിയർ ആകും. നേരെ ഓർഡർ തിരിച്ചിടുമ്പോൾ നെഗറ്റീവ് ആകുന്നതാണ്. ഇത് ശരിക്കും കമ്പ്യൂട്ടേഷൻ്റെ എക്സ്പ്രഷൻ ഒന്നും അല്ല, ആ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ റിസൾട്ടാണ്. നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്ത് ഈ റിസൾട്ട് വെരിഫൈ ചെയ്യാവുന്നതാണ്. സിഗ്മ എക്സിൻ്റെ സിഗ്മ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ വൈ ഇൻറ്റു സിഗ്മ എക്സിൻ്റെ എക്സാക്ട് നെഗറ്റീവ് ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് വെരിഫൈ ചെയ്ത് കാണാവുന്നതാണ്. ഓക്കെ അല്ലേ? ഇനി വേറൊരു കാര്യം കൂടെ നമുക്ക് ഇവിടെ നോക്കാം. സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ നമ്മുടെ ആ സൈക്ലിക് റൂൾ നോക്കുകയാണെങ്കിൽ എക്സും വൈയും സെഡും ഉണ്ടല്ലോ. എക്സും വൈയും സെഡും ഉള്ള സ്ഥിതിക്ക് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് i ടൈംസ് സിഗ്മ സെഡ് എന്ന് കാണാം. ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം കേട്ടോ. i ടൈംസ് സിഗ്മ സെഡ് എന്ന് കാണാം. അതുപോലെ സിഗ്മ വൈ ഇൻറ്റു സിഗ്മ സെഡ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിട്ട് കിട്ടാം? i ടൈംസ് സിഗ്മ എക്സ് എന്ന് കാണാം. സൈക്ലിക് റൂളിൽ വരുന്ന ചില പ്രോപ്പർട്ടീസ് ആണ് പോളി സ്പിൻ മെട്രിക്സുമായിട്ട് ബന്ധപ്പെട്ടത്. ഓക്കെ, സോ ഇത്തരം കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കി വയ്ക്കാവുന്നതാണ്. ഫൈൻ. ഇനി നമുക്ക് പോകാനുള്ളത് സ്പിൻ ഓപ്പറേറ്റേഴ്സിലേക്കാണ്. ഇപ്പം നിങ്ങൾ കണ്ടത് പോളി സ്പിൻ മെട്രിക്സുകളാണ്, അല്ലെങ്കിൽ പോളീസിൻ്റെ സിഗ്മ എക്സ് സിഗ്മ വൈ സിഗ്മ സെഡ് എന്നുള്ള ഓപ്പറേറ്റേഴ്സിലേക്കാണ്, അല്ലെങ്കിൽ മെട്രിക്സ് ഫോർമാറ്റിലേക്കാണ് കണ്ടത്. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സ്പിൻ ഓപ്പറേറ്റേഴ്സ് ആണ്. സോ സ്പിൻ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും 4 ആൾക്കാരാണ്. ഒന്ന് SZ ഉണ്ട്, 2 SX ഉണ്ട്, 3 SY ഉണ്ട്, അടുത്തത് നമ്മളുടെ S² ഓപ്പറേറ്റർ ഉണ്ട്. ഓക്കെ, S².
ഇത് ശരിക്കും നമ്മുടെ എല്ലുമായിട്ട് വളരെ കണക്ഷൻ ഉള്ള ആളാണ്. നമുക്കറിയാം എൻ്റെ എൽ ഓപ്പറേറ്റർ അല്ലേ, ഏതെങ്കിലും എൽ സ്ക്വയർ ഓപ്പറേറ്ററിൻ്റെ ഐഗൻ വാല്യൂ എന്താണ് തരുന്ന ഐഗൻ വാല്യൂ എന്നുള്ളത് എൽ ഇൻറ്റു എൽ പ്ലസ് 1 ടൈംസ് എച്ച് കട്ട് സ്ക്വയർ ആണ് എൽ സ്ക്വയർ ഓപ്പറേറ്റർ തരാം. സിമിലർലി എൻ്റെ എസ് സ്ക്വയർ ഓപ്പറേറ്റർ തരാൻ പോകുന്നതും എന്ത് തന്നെയാണ് എസ് ഇൻറ്റു എസ് പ്ലസ് 1 ടൈംസ് എച്ച് കട്ട് സ്ക്വയർ എന്നുള്ളൊരു ഐഗൻ വാല്യൂ ആണ് എൻ്റെ സ്ക്വയർ ഓപ്പറേറ്റർ തരാണ്ട് പോകുന്നത്. അപ്പം നമ്മൾ സംസാരിക്കുന്നത് സ്പിൻ ഹാഫ് എക്സിബിറ്റ് ചെയ്യപ്പെടുന്ന സിസ്റ്റംസ് ആയതുകൊണ്ട് തന്നെ ഇപ്പം ആൽഫ ആണെങ്കിലും ബീറ്റ ആണെന്നുണ്ടെങ്കിലും സ്പിൻ ഹാഫ് സിസ്റ്റംസ് അല്ലേ, പ്ലസ് ഓർ മൈനസ് ആൽഫയാണ്. സോ എസ് സ്ക്വയർ ഓപ്പറേറ്റർ പ്ലസ് ഓർ മൈനസ് ഹാഫ് ആണ്. സോ എസ് സ്ക്വയർ ഓപ്പറേറ്റർ തരാൻ പോകുന്ന ഐഗൻ വാല്യൂ എന്തായിരിക്കും? അത് ഹാഫ് ഇൻറ്റു ഹാഫ് പ്ലസ് 1 ടൈംസ് എച്ച് കട്ട് സ്ക്വയർ എന്നുള്ളതായിരിക്കും. സോ ബേസ്ഡ് ഓൺ ദാറ്റ് എനിക്ക് കിട്ടും എസ് സ്ക്വയർ ആക്ടിങ് ഓൺ ആൽഫ. നമുക്ക് ആൽഫ എന്ന് വിചാരിച്ച് നോക്കാം. എസ് സ്ക്വയർ ആക്ടിങ് ഓൺ ആൽഫ എന്തായിരിക്കും വാല്യൂ കിട്ടാൻ പോവുക? എസ് സ്ക്വയർ ആൽഫയിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൽഫയുടെ സ്പിൻ വാല്യൂ ഹാഫ് അല്ലേ. സോ ഹാഫ് ഇൻറ്റു ഹാഫ് പ്ലസ് 1 എത്ര ആൻസർ കിട്ടുക? 1.5ന്റെ പകുതി 0.75 ആണ്. സോ 3/4 എച്ച് കട്ട് സ്ക്വയർ ടൈംസ് ആൽഫ എന്ന് എനിക്ക് എക്സ്പ്രഷൻ കിട്ടും. ഓക്കെ, ഇനി ഇതിനെ ഒന്ന് മെട്രിക്സ് ഫോർമാറ്റിലൊക്കെ എഴുതാൻ തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാലോ എസ് സ്ക്വയർ ഇൻറ്റു ആൽഫയുടെ മെട്രിക്സ് നമ്മൾ എങ്ങനെ കണ്ട 10 എന്നല്ലേ. സോ എസ് സ്ക്വയർ ഓപ്പറേറ്റർ ആക്ടിങ് ഓൺ 10 വിൽ ഗിവ് മീ 3/4 എച്ച് കട്ട് സ്ക്വയർ ടൈംസ് 10ക്ക് ആൽഫയ്ക്ക് പകരം 10 കൊടുക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ എസ് സ്ക്വയർ ആക്ടിങ് ഓൺ ആൽഫയ്ക്ക് വരെ എന്തെടുക്കാം? എസ് സ്ക്വയർ ആക്ടിങ് ഓൺ ബീറ്റ നിങ്ങൾ കൺസിഡർ ചെയ്യാവുന്നതാണ്. സോ കറസ്പോണ്ടിങ്ങിൽ -12 ഇൻറ്റു -12 പ്ലസ് 1 അല്ലേ, ആ ഒരു എക്സ്പ്രഷനകത്ത് ആ ഒരു ചേഞ്ചും കൂടെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവുക. സോ ഇത്തരത്തിലാണ് എൻ്റെ എസ് സ്ക്വയറിൻ്റെ കേസിൽ ഐഗൻ വാല്യൂം ഓപ്പറേറ്റർ ഫോർമാറ്റ് നമുക്ക് കാണാൻ കഴിയുക. സിമിലർലി എസ് സെഡ് നമുക്കറിയാവുന്ന പോലെ എൽ സെഡ് എന്തിനാ തരിക? എൽ സെഡ് തരുന്നത് എം എച്ച് കട്ടിൻ്റെ ഐഗൻ വാല്യൂവിനല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇവിടെ വിഷ്വലൈസ് ചെയ്യാൻ കഴിയും. എസ് സെഡ് എന്ന ഓപ്പറേറ്റർ ആൽഫയിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും കിട്ടാൻ പോകുന്നുണ്ടാവുക? ഇവിടെ എം ആൽഫയുടെ എം എസ് വാല്യൂ എത്രയാണ്? 1/2 അല്ലേ. സോ 1/2 ടൈംസ് എച്ച് കട്ട് ആൽഫ എന്ന റിസൾട്ട് ആയിരിക്കും എസ് സെഡ് ആക്ടിങ് ഓൺ ആൽഫ എനിക്ക് തരുന്നത്. സിമിലർലി എസ് സെഡ് ആക്ടിങ് ഓൺ ബീറ്റ തരാൻ പോകുന്നത് എന്തായിരിക്കും? അത് -12 ടൈംസ് എച്ച് കട്ട് ആൽഫ എന്നൊരു റിസൾട്ടിനായിരിക്കും തരുന്നുണ്ടാവും. വളരെ സിമ്പിളി മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. ഈ ഒരു കണക്ഷൻ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് ഈസിലി നമുക്ക് സോർട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ റിസൾട്ടിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ പറഞ്ഞ ഓപ്പറേറ്റേഴ്സിൻ്റെ ഒക്കെ ഫോർമാറ്റുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസിലി കാണാൻ കഴിയുന്ന കാര്യം എസ് സെഡ് ഓപ്പറേറ്റർ എന്ന് വെച്ചാൽ ശരിക്കും അത് എച്ച് കട്ട് ബൈ 2 ടൈംസ് സിഗ്മ സെഡ് ആണ്. എസ് എക്സ് ഓപ്പറേറ്റർ എന്ന് വെച്ചാൽ എച്ച് കട്ട് ബൈ 2 ടൈംസ് സിഗ്മ എക്സ് ആണ്. എസ് വൈ ഓപ്പറേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അത് എച്ച് കട്ട് ബൈ 2 ടൈംസ് സിഗ്മ വൈ ആണ്. So in general what I can write is Si equal to h cut by 2 times sigma i. ഈ ഒരു റിസൾട്ടിലേക്ക് നമുക്ക് ആക്ച്വലി എത്തിച്ചേരാൻ കഴിയുന്നതാണ്. ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഈ കാണുന്ന സിഗ്മ സെഡ്, സിഗ്മ എക്സ്, സിഗ്മ വൈ എന്നുള്ളത് പോളി സ്പിൻ മെട്രിക്സുകളാണ്. എസ് സെഡ്, എസ് എക്സ്, എസ് വൈ എന്നുള്ളത് നിങ്ങളുടെ സ്പിൻ ഓപ്പറേറ്റേഴ്സും ആണ്. ഓക്കെ അല്ലേ? സോ ഓൾറെഡി നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് പഠിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങളാണ്. എല്ലാ ഓപ്പറേറ്ററുകൾക്കും ഒരു മെട്രിക്സ് ഫോർമാറ്റിലെ എക്സിസ്റ്റൻസ് പോസിബിൾ ആണെന്നുള്ളത്. സോ നിങ്ങളുടെ ഓപ്പറേറ്ററിന്റെ മെട്രിക്സ് ഫോർമാറ്റിലേക്കുള്ള റെപ്രസെൻറ്റേഷൻ ആയിട്ട് ഈ കാര്യങ്ങളെ കാണാവുന്നതാണ്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടൻസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എസ് എക്സ് എന്ന് വെച്ചാൽ എച്ച് കട്ട് ബൈ 2 ടൈംസ് സിഗ്മ എക്സ് ആണ്. സിഗ്മ എക്സ് എന്നുള്ളത് ഒരു നോൺ ഡയഗണൽ മെട്രിക്സ് ആണ്, അതാണ് നിങ്ങൾ കാണുന്നത്. എസ് വൈ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എച്ച് കട്ട് ബൈ 2 ടൈംസ് സിഗ്മ വൈ ആണ്. എസ് സെഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലോ എച്ച് കട്ട് ബൈ 2 ടൈംസ് സിഗ്മ സെഡ് ആണ് നിങ്ങൾ കാണുന്നത്. സിമിലർലി എസ് സ്ക്വയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ? 3/4 ടൈംസ് എച്ച് കട്ട് സ്ക്വയർ ടൈംസ് ഐഡന്റിറ്റി അല്ലേ, ഐഡന്റിറ്റി മെട്രിക്സ് ആണ് നിങ്ങൾ കാണുന്നത്. ഇനി ഇതെങ്ങനെ ശരിക്കും ഈ മെട്രിക്സിന്റെ ഫോർമേഷൻ വന്നത് നിങ്ങൾക്ക് വെരിഫൈ ചെയ്ത് നോക്കാവുന്നതാണ്. എസ് സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അത് എസ് എക്സ് സ്ക്വയർ പ്ലസ് എസ് വൈ സ്ക്വയർ പ്ലസ് എസ് സെഡ് സ്ക്വയർ ആണ്. സോ എസ് എക്സ് ഇവിടെ ഉണ്ട്, എസ് വൈ ഇവിടെ ഉണ്ട്, എസ് സെഡ് ഇവിടെ ഉണ്ട്. സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എസ് സ്ക്വയറിന്റെ ഫോർമാറ്റ് എന്തായിട്ട് കിട്ടും? 3/4 എച്ച് കട്ട് സ്ക്വയർ ടൈംസ് 1001 എന്ന് മനസ്സിലാക്കാണ്ട് കഴിയും. ഓക്കെ, ഒന്നുകൂടി നോക്കാം. സിഗ്മ എക്സ് ഇവിടെ കാണാം, സിഗ്മ വൈ ഇവിടെ കാണാം, സിഗ്മ സെഡും നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. അതിൻ്റെ ഓൾറെഡി പറഞ്ഞതുപോലെ സിഗ്മ എക്സ് സ്ക്വയറും സിഗ്മ വൈ സ്ക്വയറും സിഗ്മ സെഡ് സ്ക്വയറും 1 ആണ്. സിഗ്മ എക്സ് സിഗ്മ വൈ ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് സിഗ്മ വൈ സിഗ്മ എക്സ് ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ ടൈം സിഗ്മ സെഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ആക്ച്വലി ഈ ഒരു സിംഗിൾ പേജിൽ കണ്ടൻസ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഓക്കെ ഫൈൻ. ഇനി നമുക്കൊരു ചെറിയ ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ ഇലക്ട്രോൺ വിച്ച് വൺ ഈസ് കറക്റ്റ്? ഇലക്ട്രോണിൻ്റെ കേസിൽ ഏതാണ് കറക്റ്റ് എന്നുള്ളത്. സോ എസ് എക്സ് ഓപ്പറേറ്റർ ആണ് ഈ കാണുന്നതല്ല, ഈ കാണുന്ന എസ് സ്ക്വയർ ഓപ്പറേറ്റർ ആണ്. സോ എസ് എക്സ് ഓപ്പറേറ്ററിന്റെ ഫോർമാറ്റ് നമുക്കറിയാം. എന്താണ് എസ് എക്സ് ഓപ്പറേറ്ററിന്റെ ഫോർമാറ്റിൽ വരുന്നത്? അത് എച്ച് കട്ട് ബൈ 2 ടൈംസ് സിഗ്മ എക്സ് ആണ്. സോ 0 1 1 0.
ഇനി ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഓപ്ഷൻസിൽ ഒരിടത്ത് നമ്മൾ എച്ച് കട്ട് കാണുന്നില്ല അല്ലേ. അപ്പോൾ ചില സമയത്ത് ഓപ്പറേറ്റേഴ്സ് റെപ്രസെന്റ് ചെയ്യുമ്പോൾ അതിനെ ഇൻ യൂണിറ്റ്സ് ഓഫ് എച്ച് കട്ടിലാണ് റെപ്രസെന്റ് ചെയ്യുക. എന്ന് വെച്ചാൽ 10 എച്ച് കട്ട് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ 10 എന്ന് എഴുതും, എച്ച് കട്ടിന് യൂണിറ്റ് ആയിട്ട് എടുക്കും. സോ ആ ഒരു കൺസിഡറേഷൻ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ആൻസർ എന്താ വരേണ്ടത്? 1/20110 എന്നാണ് ആൻസർ വരേണ്ടത്. പക്ഷേ ഇവിടെ 2 ടൈംസ് കാണിച്ചിട്ടുള്ള ഓപ്ഷൻ എ റോങ് ആണ്. ഇനി സിമിലർലി SX ഓപ്ഷൻ 2ന്റെ കേസിൽ അവർ 1/2 എന്ന് കാണിച്ചു, പക്ഷെ എന്ത് സംഭവിച്ചു? പകരം I ഒക്കെയാണ് അവിടെ വന്നത്. സോ നിങ്ങളുടെ മെട്രിക്സ് എലമെന്റ്സ് റോങ് ആയതുകൊണ്ട് ഓപ്ഷൻ ബിയും തെറ്റാണെന്ന് മനസ്സിലാക്കാം. ഓപ്ഷൻ സി നോക്കിയാലും SXന്റെ കേസിൽ മെട്രിക്സ് എലമെന്റ്സ് റോങ് ആണെന്ന് മനസ്സിലാക്കാം. സോ സി തെറ്റാണ്. ഇനി ഡി, എസ് സ്ക്വയർ ഓപ്പറേറ്ററിന്റെ ഫോർമാറ്റ് നമ്മൾ എങ്ങനെ പഠിച്ച്? അത് 3/4 എച്ച് കട്ട് സ്ക്വയർ ഞാൻ എഴുതുന്നില്ല, 1001 ടൈംസ് എച്ച് കട്ട് സ്ക്വയർ. ഓക്കെ, എച്ച് കട്ട് യൂണിറ്റ് അല്ലേ, സോ എച്ച് കട്ട് 1 യൂണിറ്റ് ആണ്. സോ എച്ച് കട്ട് സ്ക്വയർ ആയി കഴിഞ്ഞാലോ 1 × 1 പോലെയല്ലേ വരുന്നുള്ളൂ. സോ 3/4 1001 ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മളുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പോളി സ്പിൻ മെട്രിക്സുമായിട്ട് ബന്ധപ്പെട്ടൊരു ഭാഗമാണ് നമ്മൾ ഈ ഒരു ടൈമിൽ കണ്ടത്. സോ ഇത് നെറ്റിനേക്കാൾ ഉപരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഗേറ്റ് എക്സാമിനേഷൻ ആണ് നോക്കി വെച്ചിരിക്കുന്നത്. താങ്ക് യു.